ഏറ്റവും പുതിയ പെൻഷൻ അറിവിലേക്ക് സ്വാഗതം. അപ്പോൾ പെൻഷൻ ഇന്നെത്തും, വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ക്ഷേമ പെൻഷൻ 1600 ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ബാങ്ക് അക്കൗണ്ടിലെത്തും. ആദ്യം ബാങ്ക് അക്കൗണ്ടിലാണ് വിതരണം ആരംഭിക്കുക. അതിനുശേഷം 2 ദിവസത്തിന് ശേഷമായിരിക്കും തുക കൈകളിൽ എത്തുന്നത്. അത് കാലതാമസം വരുന്നത് വേറെ ഒന്നും അല്ല, സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് നൽകുകയാണ്. അതിൻ്റെതായ കാലതാമസം ഉണ്ടാവും. 3200 വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും സർക്കാരിന് തുക കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ 1600 രൂപ വെച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ട്. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും. പിന്നെ ന്യൂ ഇയർ കാലത്ത് 1600 രൂപയും കൂടെ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പില്ല, സാധ്യത മാത്രമാണ്. അത് വീണ്ടും എടുത്തു പറഞ്ഞു. കാരണം ഈ ക്രിസ്മസിന് 3200 കിട്ടും എന്ന് പറഞ്ഞ് സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ അറിയിച്ചതാണ്. ഈ വർഷം 2024 അവസാനിക്കുമ്പോൾ 2 മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നു. അതിൽ ഒരു ഗഡു ഓണത്തിന് വിതരണം ചെയ്തു. ഇനി ഒരു ഗഡു ഇങ്ങനെ 2 മാസത്തെ തുക വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അത് സാധിച്ചിരുന്നില്ല. പലതരത്തിൽ തുക സംഘടിപ്പിക്കാൻ നോക്കിയെങ്കിലും സർക്കാർ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു. ഒരു ക്ഷേമ പെൻഷൻ 1600 വിതരണം ചെയ്യാൻ 900 കോടി രൂപ സർക്കാരിന് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ 1800 കോടി രൂപ സർക്കാരിന് ആവശ്യമാണ്. ഇത് കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. അപ്പം അതിന് പകരം ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ ഈ മാസം അവസാനം എങ്കിലും 1600 രൂപ തന്ന് ജനങ്ങളുടെ കയ്യിലും ബാങ്ക് അക്കൗണ്ടിലൊക്കെ വിതരണം നടത്തും എന്നാണ് പ്രതീക്ഷ. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ജനുവരി 10 ഒരു 6-ാം തീയതി ആകുമ്പോൾ വിതരണം ഉണ്ടാകും. 2ാം ഗഡു വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. ഈ വീഡിയോ കുറച്ച് ലെന്ത് കൂടുതലാണ്. എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആയ കാരണമാണ് ഇത്ര വീഡിയോ ലെന്ത് ഡ്യൂറേഷൻ കൂടി പോകുന്നത്. 22 ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇന്ന് തുക എത്തിച്ചേരുക. മൊത്തം 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് 1600 രൂപ ഇന്ന് എത്തിച്ചേരും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കായിരിക്കും വിതരണം ആരംഭിക്കുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം 33,800 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം മാത്രമായിട്ട് അനുവദിച്ചത്. ഡിസംബർ മാസത്തെ ആനുകൂല്യം 1600 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേർന്നത്. ഇത് 2025 മുതൽ നമ്മൾ ജീവിച്ചിരിക്കുന്നെന്നുള്ള സാക്ഷി പത്രം സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ 2025 ജനുവരി ഒക്കെ ആകുമ്പോൾ നമുക്ക് തുക നഷ്ടപ്പെട്ടേക്കാം ഇനി മുതൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും മസ്റ്ററിങ് ചെയ്യാത്തവർ അത് പോയി ചെയ്യുക. പിന്നെ സാക്ഷിപത്രം സമർപ്പിക്കുക. ഞാനും നിങ്ങളിൽ ഒരാളാണ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എനിക്ക് അപ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും എന്തൊക്കെ സമർപ്പിക്കാൻ. ഞാനും ഒരു ഭിന്നശേഷിക്കാരനാണ്, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ആ അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇത്. വിവിധ മേഖലകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീകൾ വിധവാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന അറിയിപ്പും വന്നിരിക്കുന്നത്. ഇത് സമർപ്പിക്കാത്ത ആളുകൾ
പെൻഷൻ നഷ്ടപ്പെടും. കാരണം പുനർവിവാഹിതരാണോ എന്നൊക്കെ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ് ഇത്. തുക സ്വീകരിക്കുന്ന എല്ലാവർക്കും ഇനി തൊട്ട് എല്ലാ മാസം കൈകൾ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഫേസ് മാസ്റ്ററിങ് ഉണ്ടാകും. ഇതുപോലത്തെ സർക്കാർ നിയമങ്ങളും അറിയാൻ, അതുപോലെ പദ്ധതികൾ അറിയാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും കേരളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ആരും മറക്കണ്ട, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്ന ശുഭാപ്തി പ്രതീക്ഷയുടെ വിഷ്ണു സൈനിങ് ഔട്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാൻ വന്നേ, പറഞ്ഞത് മനസ്സിലാവുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യുക.